ശ്യാമിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അങ്കിൾ പറയുന്നത്? എന്തൊക്കെയായാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വകാര്യതകളൊക്കെ ഇല്ലേ? അവൻ്റെ ഒരു പക്വതക്കുറവ് കൊണ്ട് സംഭവിച്ചതിന് നിങ്ങളെല്ലാവരും കൂടി അവിടെ നോക്കിക്കൊള്ളാന്നൊക്കെ പറഞ്ഞാൽ അവധിക്ക് പോലും പോകാതെ എത്ര നാളാ? അങ്കിളിന് ആരുടെയും പക്വതക്കുറവൊന്നുമല്ല, സംഭവിക്കാനുള്ളതായിരുന്നു അത്. അഥവാ പക്വതക്കുറവാണെങ്കിൽ തന്നെ അത് ശ്യാമിൻ്റെ അല്ല, എൻ്റെ അങ്കിൾ. എന്താ സംഭവിച്ചെന്നുള്ളത് അങ്കിൾ അറിയണം. ഞങ്ങളന്ന് തൃശ്ശൂർ ടോൾ പ്ലാസ കഴിഞ്ഞ് കുറച്ച് ദൂരമായി കാണും. ഏതോർത്തും പിന്നാലെ ഉണ്ടല്ലോ കുറേ നേരമായിട്ട്. ഉറക്കമില്ലാത്ത ഏതെങ്കിലും പൂവാലിനായിരിക്കും. സജു വണ്ടി ഒന്ന് ഒതുക്കി. എന്നാലും ശ്യാം ഇത്ര ദൂരത്ത്, അത് ഒറ്റയ്ക്ക് ബൈക്കേല്. അമ്മ ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പോന്നപ്പോ അമ്മയുടെ ഡ്രസ്സ് എടുത്ത് വെച്ചിരുന്ന കവർ എടുക്കാൻ വിട്ടുപോയി. പോയി ബൈക്കിൽ അത് എടുത്തോണ്ട് പോന്നു. നിങ്ങൾ അവിടുന്ന് തിരിച്ച കാര്യം മായ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. എന്നാ പിന്നെ ഒപ്പം പോകാമെന്ന് കരുതി. ഇനി ഒറ്റയ്ക്ക് അവിടെ വരെ ബൈക്ക് ഓടിച്ച് അതൊന്നും കുഴപ്പമില്ല. അതെ, ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. ഞാൻ ശ്യാമിന്റെ ഒപ്പം കേട്ടോ. പോവണേ അവിടെ. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? വണ്ടി കയറി. ഒടുവിൽ ഇവള് വല്ലാതെ നിർബന്ധിച്ചപ്പോ ഞങ്ങളൊപ്പം തന്നെ ഉണ്ടല്ലോ എന്ന ധൈര്യത്തില് ഞാനാണ് അതിനെ സമ്മതിച്ചത്. അങ്കിൾ കുറെ നേരത്തേക്ക് ഇവർ മുമ്പിൽ കയറിയും ഞങ്ങളെ കയറ്റി വിട്ടും എൻജോയ് ചെയ്ത് വരികയായിരുന്നു. പക്ഷെ ഇടയ്ക്ക് 2 മിനിറ്റ് നേരത്തേക്ക് ഇവരെ കാണാതായി. അല്പം ടെൻഷനായ ഞങ്ങൾ കുറച്ച് സ്ലോ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് അന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. ഈ അവസ്ഥയിൽ ഞങ്ങൾ അവനെ കൈയൊഴിഞ്ഞ പിന്നെ ഞങ്ങൾ എന്ത് കൂട്ടുകാരൻ? അങ്കിൾ അവനെ കൊണ്ടുപോയിക്കോ, പക്ഷെ ഇപ്പോഴല്ല. അവന് സംസാരിക്കാനും നടക്കാനും ഒക്കെ ആവുമ്പോൾ. അതുവരെ എന്തിനാ വെറുതെ അമ്മയും കൂടി വിഷമിപ്പിക്കാൻ? ശ്യാമിൻ്റെ അല്ല, അന്നയുടെ കൈപ്പഴവിൽ നിന്നാണത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയിട്ടും അവൻ്റെ അച്ഛൻ ആരെയും കുറ്റപ്പെടുത്തിയില്ല. അപ്പോൾ ശ്യാമിന് അച്ഛനല്ലാതെ ബന്ധുക്കളാരും ഇല്ലേ? അവരുടേതൊരു ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. അതിനുശേഷം ഇവർക്കോ ഇവരുമായി ബന്ധുക്കൾക്കോ ഒരടുപ്പമില്ലായിരുന്നു. ശ്യാമിൻ്റെ അച്ഛൻ അനുവാദം കിട്ടിയ ഞങ്ങൾക്ക് പിന്നെ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്ന കോളേജ് മാനേജ്മെന്റിന്റെയും ഹോസ്റ്റൽ അധികാരികളുടെയും സമ്മതം മേടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും ചർച്ചകളും ആയിരുന്നു പിന്നീട് അങ്ങോട്ട്. തളർന്നു കിടക്കുന്ന ഒരാളെ പരിപാലിക്കുന്നത് അത്ര എളുപ്പമല്ല. ഇതൊരു ആരംഭ ശൂരത്വം മാത്രം ആവരുത്. ഒരിക്കലും ഇല്ലച്ചോ. ഇനി അവൻ്റെ മനസ്സിൽ പതിയുന്ന മുഖങ്ങളും ചിത്രങ്ങളെല്ലാം അവനെ സന്തോഷപ്പെടുത്തുന്നത് മാത്രമായിരിക്കും എന്ന് ഞങ്ങൾ ഡോക്ടറോട് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അമ്മേൻ്റെ അടുത്തേക്ക് അവനെ. അമ്മയ്ക്ക് ഇതുവല്ലോ അറിയോ? ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലി കിട്ടിയിട്ടുണ്ട്. ടെമ്പററി ട്രെയിനിങ് വേണ്ടി പുറത്തു പോയിരിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയതിനാൽ പ്രിൻസിപ്പലിനോടും മാനേജറിനോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒഴിഞ്ഞു കിടക്കുന്ന ഗെയിംസ് റൂം വൃത്തിയാക്കി എടുക്കാം. എന്നാ പിന്നെ അതിനുള്ള ഒരുക്കങ്ങൾ അങ്ങോട്ട് തുടങ്ങടാ. അല്ലേ തുടങ്ങിയച്ചോ? ശ്യാമിനെ തിരിച്ച് പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ച പ്രധാന കാര്യം അവനെ ഒരു ടെൻഷനും ഇല്ലാണ്ട് എപ്പോഴും ഹാപ്പിയായി നോക്കണമെന്നായിരുന്നു. അതിനായി ഞങ്ങൾ ഓരോന്ന് പ്ലാൻ ചെയ്തു. അവനെ ചിരിപ്പിക്കാൻ ചില കോമാളിത്തരങ്ങൾ ഉൾപ്പെടെ. പോയോ? ഇപ്പൊ നല്ലൊരു ആശ്വാസം. മസ്താനത്തെ റൂമിൽ വൃത്തിയോടെ ഒട്ടിക്കുന്നു. സണ്ണിച്ചേച്ചി ഈ റൂമിന്റെ ഐശ്വര്യം. എടാ വടക്ക് കേട്ടവനെ എടുത്തോട്ട് പോടാ. അത് മാത്രം എടുക്കണ്ട. പണ്ട് മുതലേ അവൻ ഞങ്ങളതിൽ തൊടാൻ പോലും സമ്മതിച്ചിട്ടില്ല.